പ്രശസ്തമായ നിരവധി കഥകൾ ഹനുമാനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എങ്കിലും ഹനുമാനും സംഗീതവുമായി ബന്ധപ്പെടുത്തിയുള്ള കഥകൾ അത്രയ്ക്ക് നമ്മൾ കേട്ടിട്ടില്ല. ഹനുമാൻ മികച്ച സംഗീതജ്ഞൻ കൂടിയായിരുന്നു. ഒരിക്കൽ നാരദമുനി ഹനുമാന്റെ വാസസ്ഥലമായ കദളീവനത്തിലെത്തി മനോഹരമായി വീണ മീട്ടി നാരായണനാമം പാടി. പാട്ട് കേട്ട് ഹനുമാൻ അമ്മയോടായി ചോദിച്ചു, ആരാണ് ഇത്രയ്ക്ക് മനോഹരമായി പാടുന്നത്? അമ്മയുടെ മറുപടി, അദ്ദേഹം ഒരു മഹാത്മാവാണ്, സാക്ഷാൽ നാരദമുനി. അദ്ദേഹത്തെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പുത്ര, നീ അദ്ദേഹത്തിന്റെ അരികിലെത്തി അവിടുത്തെ മന്ത്രമഹത്വം എത്രയുണ്ടെന്നറിഞ്ഞ് വന്നാലും. ഹനുമാൻ ഉടനെ നാരദ സമക്ഷത്തിലെത്തി അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചു പറഞ്ഞു, അങ്ങ് മഹാനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായും അങ്ങ് എന്നെ അനുഗ്രഹിക്കണം, അല്ലാതെ താങ്കളെ ഞാൻ പോകാൻ അനുവദിക്കില്ല. നിനക്ക് എന്തനുഗ്രഹമാണ് വേണ്ടത്? നാരദന്റെ ചോദ്യം കേട്ട് ഹനുമാൻ അല്പം ആലോചനയിലാണ്ടു. എന്നിട്ട് ഹനുമാൻ ഇങ്ങനെ പറഞ്ഞു, വാസ്തവത്തിൽ സർവ്വദേവന്മാരുടെ അനുഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് അങ്ങേക്ക് ഇഷ്ടമുള്ള വരം എനിക്ക് നൽകി അനുഗ്രഹിക്കുക. എന്തു വരമാണ് ഹനുമാന് നൽകേണ്ടത്? നാരദൻ ആലോചനയിലാണ്ടു. ഒടുവിൽ സംഗീതത്തിൽ നീ അഗ്രഗണ്യനായി തീരുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം പോവാനൊരുങ്ങി. നാരദമുനിയെ തടഞ്ഞുകൊണ്ട് ഹനുമാൻ ചോദിച്ചു, ഞാൻ നല്ലൊരു സംഗീതജ്ഞനായോ എന്ന് എങ്ങനെ തിരിച്ചറിയും? എൻ്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട് താങ്കൾക്ക് സംഗീതത്തിൽ അതീവ ജ്ഞാനമുണ്ടെന്ന്. അതുകൊണ്ട് എനിക്ക് അങ്ങയേക്കാൾ അഗ്രഗണ്യനാകണം. ശരി, ഞാൻ എൻ്റെ സംഗീതാലാപനം ആദ്യം ഒന്ന് കേൾക്കട്ടെ. നാരദമുനി തൻ്റെ വീണ ശിലമേൽ വായിച്ചിട്ട് ഹനുമാന്റെ സംഗീതത്തിനായി കാതോർത്തു. ഹനുമാൻ മലഹരി രാഗത്തിൽ ഒരു ഗാനം മനോഹരമായി ആലപിച്ചത്രേ. ആ ആലാപന മാധുര്യത്താൽ ശില പോലും അലിയാൻ തുടങ്ങിയത്രേ. ഹനുമാൻ പാടി മുഴുവിപ്പിച്ചു. അപ്പോഴും ശില ഉരുകിക്കൊണ്ടിരുന്നു. നാരദമുനിയുടെ വീണ ദ്രവമായിക്കൊണ്ടിരുന്ന ശിലയിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. അപ്പോഴും അതിൻ്റെ പാരമ്യതയിൽ ആസ്വദിച്ചിരിക്കുകയായിരുന്നു നാരദമുനി. മിഴുതുറക്കാതെ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഹനുമാൻ, നീ തന്നെയാണ് മികച്ച സംഗീതജ്ഞൻ. സംശയമില്ല, ഗാനാലാപനം അവസാനിപ്പിച്ചുകൊള്ളൂ. അപ്പോൾ ഹനുമാന്റെ മറുപടി ഇപ്രകാരം, താങ്കൾ ആദ്യം കണ്ണുകൾ തുറക്കൂ, എന്നിട്ട് പറയൂ ആലാപനം നിർത്തണോ എന്ന്. നാരദൻ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. ഉരുകിയ ശിലയിൽ തൻ്റെ വീണ ഒഴുകുന്നത് അദ്ദേഹത്തിന് കാണാനായില്ല. അതുകൊണ്ട് ആലാപനം അവസാനിപ്പിക്കാൻ അനുവാദം നൽകി. ഹനുമാൻ ആലാപനം അവസാനിപ്പിച്ചപ്പോൾ എന്താണ് സംഭവിച്ചെന്നത് അറിയണ്ടേ? ശില വീണ്ടും പൂർവ്വസ്ഥിതിയിലാകാൻ തുടങ്ങി. നാരദമുനിയുടെ വീണയും അതിൽ ഒട്ടിപ്പിടിച്ചു. നാരദമുനി വീണയെടുക്കാൻ ശ്രമിച്ചു. ശിലയിൽ ഒട്ടിപ്പോയതിനാൽ അത് അനങ്ങിയില്ല. നീ എന്തുപദ്രവമാണ് ചെയ്തതെന്ന് നാരദൻ ഹനുമാനോട് ചോദിച്ചു. ഞാൻ അങ്ങയുടെ നിർദ്ദേശപ്രകാരം പാടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഹനുമാൻ വിനയാന്വിതനായി. അതേ രാഗം വീണ്ടും ആലപിക്കാൻ നാരദമുനി ഹനുമാനോടായി ആവശ്യപ്പെട്ടു. എന്നാൽ ഹനുമാൻ അത് അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. ഹനുമാൻ അവിടെ നിന്നും അതിവേഗം ചാടിപ്പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നാരദനാകട്ടെ ഹനുമാന്റെ പിന്നാലെ ഓട്ടവും തുടങ്ങി. കദളീവനത്തിലെ തൻ്റെ കൊട്ടാരത്തിലെ മുറികളിലൂടെ ഹനുമാൻ ഓട്ടം തുടർന്നു. ഹനുമാനെ പിടികൂടാൻ നാരദർക്കായില്ല. ഒടുവിൽ തളർന്നുപോയ നാരദൻ ദയനീയമായി തൻ്റെ വീണ തിരികെ തരാൻ അപേക്ഷിച്ചത്രേ. സംഭവം അറിഞ്ഞെത്തിയ ഹനുമാന്റെ മാതാവ് നാരദരുടെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ചു. ഹനുമാൻ അങ്ങയെ ഏറെ ബുദ്ധിമുട്ടിപ്പിച്ചു അല്ലേ എന്ന് അവർ സങ്കടത്തോടെ തിരക്കി. ഹനുമാൻ ഒപ്പിച്ച കുസൃതിയെക്കുറിച്ച് നാരദൻ വിവരിച്ചു. ഉടൻ തന്നെ നാരദരുടെ വീണ തിരികെ നൽകാൻ അമ്മ ഹനുമാനോട് നിർദ്ദേശിച്ചു. അപ്പോഴാണത്രേ ഹനുമാൻ തൻ്റെ ഉദ്ദേശശുദ്ധി അമ്മയോടായി വെളിപ്പെടുത്തുന്നത്. നാരദമുനിയുടെ പാദസ്പർശം കദളീവനത്തിൽ എല്ലായിടത്തും പതിയുന്നതിന് വേണ്ടിയാണത്രേ അപ്രകാരം ചെയ്തതെന്ന്. ഇതിലൂടെ നമ്മുടെ ഗ്രഹം തീർത്ഥാടന കേന്ദ്രം പോലെ പരിശുദ്ധമായി എന്നും പറഞ്ഞു. ശ്രീരാമൻ ദാസനായ ഹനുമാൻ ഏറെ അനുഗ്രഹീതനാണെന്ന് നാരദരും പറഞ്ഞു. ഹനുമാൻ നാരദർക്ക് വേണ്ടി വീണ്ടും ഗാനം ആലപിക്കുകയും ശില അലിയാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ നാരദർ വീണയെടുത്തു മടങ്ങി. മഹാന്മാർ ഒരിക്കലും അസൂയാലുക്കളല്ല എന്നതാണ് കഥയുടെ ഗുണപാഠം. മറ്റുള്ളവർ കേമന്മാരാകുമ്പോൾ അവർക്ക് സന്തുഷ്ടി മാത്രം. മഹത് വ്യക്തികൾ നമ്മുടെ ഭവനത്തിലെത്തുമ്പോൾ അവിടവും പാവനമാകുമത്രേ.